അമ്മ എന്താണ് രാവിലത്തെ പരിപാടികളൊക്കെ പറയൂ. അമ്മു നമ്മളെ പുട്ടൊക്കെ സ്പെഷ്യൽ പുട്ടാട്ടോ, റവ ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള പുട്ടാണ്. അതെ അല്ലേ? അപ്പൊ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ ഗ്രീൻ പീസ് കറി അമ്മ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ കഷ്ണമൊക്കെ വേവിച്ച് വെച്ചു. അമ്മ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. അപ്പൊ എന്നാ അമ്മ ഉണ്ടാക്കിക്കോളൂ പറഞ്ഞു ഞാന്. ഇത് ഓപ്പോൾ അവിടെ ഇപ്പൊ ചെന്നാലും നമുക്ക് റവപ്പുട്ടും ഗ്രീൻ പീസ് കറിയാവും. കാരണം അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് പറയും ചെയ്യും, അത് ഉണ്ടാക്കി തരണേ സംഗീതപ്പോളെ. നല്ല സ്വാദാട്ടോ. ആ അതെ. എന്നാ നമ്മള് ക്യാരറ്റ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. കാരണം എങ്ങനെയാവും അറിയില്ല, നമ്മളിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കണത്. പറയുണ്ടല്ലേ? ആ അതുകൊണ്ട് പൊട്ടിപ്പോണ്ട വെച്ചിട്ട് ക്യാരറ്റ് ഇട്ടതാട്ടോ, കൊളാവണ്ടാച്ചിട്ടേ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട്. ഷോപ്പോള് പ്ലെയിൻ ആയിട്ടല്ലേ ഉണ്ടാക്കുക? അതെ അതെ, നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ദിവസം. ആ നല്ല ചൂട്. ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് വെറുതെയാണ്. ചൂടുണ്ട് ചൂടുണ്ടാവില്ല. ചൂട് ഇല്ലാതിരിക്കാൻ പിടിക്കാനാണെന്നൊക്കെ പറഞ്ഞ ഗ്യാസ്. ഗ്യാസ് ഇനി അടുത്ത ട്രിപ്പും വെക്കാനായി. അതെ അതെ. അപ്പൊ കുട്ടികൾക്ക് എന്തൊക്കെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യും. അമ്മ എന്താ വടി എടുത്ത് അടിക്കാൻ പോവാ? അല്ല, ഞാൻ പറഞ്ഞതാമോ. നല്ല ചൂടാണേ. ഇനി തുണി വേണ്ടി വരും ഇത് എടുക്കണമെങ്കിൽ. ഉണ്ടോ? അപ്പൊ നമ്മള് നാളികേരൊക്കെ ഇതിൽ തന്നെ മിക്സ് ചെയ്തതാട്ടോ. റവ ഒന്ന് വറുത്തു. റവയും പിന്നെ ഉപ്പ്, നമ്മള് പുട്ടുപൊടിക്ക് കുഴക്കണ പോലെ തന്നെ ഉപ്പുവെള്ളം തളിച്ചിട്ട് അങ്ങനെ കുഴച്ചു. പിന്നെ ക്യാരറ്റ് കുറച്ച് ചിരണ്ടി ഇട്ടു. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിലിടുക. എന്നിട്ട് വേണമെങ്കിൽ ഇതാ നമുക്ക് ഇതുപോലെ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കാം. നല്ല സ്വാദാ അത്. നാളികേരം ചിരണ്ടിയിട്ടത് വേറെ ടേസ്റ്റ് ആട്ടോ. മറ്റേ നമ്മൾ സാധാ പുട്ടിനൊക്കെ അങ്ങനെ ഇടാറല്ലേ. അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കട്ടെ. ഇതേപോലെ ആരെങ്കിലും പുട്ടുണ്ടാക്കലുണ്ടെങ്കിൽ കമന്റ് കമന്റ് ഇനിയിപ്പോ അഥവാ ഉണ്ടാക്കലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ക്യാരറ്റിന്റെ പോലെ ബീട്രൂട്ടും ചെയ്യാൻ പറ്റൂട്ടോ അതുപോലെ. അപ്പൊ ചുവപ്പ് കളറാവും. റവ കാണുമ്പോ കേസരി കഴിക്കാൻ തോന്നുന്നു. അതുപോലെ ഉണ്ടല്ലേ കണ്ടാല്? കേസരീനെ മിസ് ചെയ്യണു. നമുക്കൊരു ദിവസം ഉണ്ടാക്കാം. അമ്മക്ക് ഞാൻ പൈനാപ്പിൾ കേസരി ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടോ? ഉണ്ട്. അതാകെ കൊളായി. അച്ഛ ഒരു മിനിറ്റ്, ഇവിടെ വീഡിയോ എടുക്കട്ടോ. അത് കൊളായില്ലേ? ഇല്ലേ, പെരുമ്പാരുന്ന് ഉണ്ടാക്കിയത് അത് പച്ചയല്ലേ? അത് രസമില്ലേ? പച്ച സ്വാദം ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോ എന്തോ ചെയ്തു. ഈ പൈനാപ്പിൾ ആണോ മറ്റേ പച്ച ചെയ്ത് അതാണോ എനിക്കറിയില്ല. അതിന്റെ തുമ്പലാണ് കേട്ടോ. അപ്പൊ അതും കൂടെ വെച്ചു. ഇതാവട്ടെ. നമ്മളവിടെ അംഗസംഖ്യ കൂടുകൊണ്ട് നമ്മൾ ഇങ്ങനെ 2 കുറ്റിയാണ് ഇപ്പൊ എപ്പോഴും ചെയ്യാറുള്ളത് അല്ലേ? ഇത് എളുപ്പമാണ്. ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിക്കഴിഞ്ഞാല് വേഗം ആവും. ഇപ്പൊ ഒരു കുറ്റിക്കുള്ള ഇല്ലേ? ഉണ്ടാവും. ഒക്കെ ഒന്ന് തുടച്ചെടുത്താൽ ഉണ്ടാവും. ഇതേപോലെ ബീട്രൂട്ടും വെച്ചിട്ട് ചെയ്യണവരുണ്ടല്ലോ അല്ലെ? ഒരു കുറ്റിക്ക് ഉണ്ടാവും. 12 കാര്യമില്ല. അപ്പൊ എന്നാല് നമുക്ക് കഴിക്കുമ്പോ ഒക്കെ കാണിക്കാം. അതെ, ചൂടുണ്ടത്. തുണി വേണേ. നല്ല ചൂടുണ്ടോ? എടുക്കാൻ പറ്റും. മുത്തശ്ശി വന്നു. മുത്തശ്ശിനോട് എന്താ അഭിപ്രായം ചോദിക്കാം. മുത്തശ്ശി എന്താ പണി? ഞാന് അത് പിന്നെ എടുക്കുന്ന ചോദിക്കാൻ വേണ്ടി വന്നാണ്. ഏതാ? മല്ലിമുളകും വറുക്ക്. ആണോ? സാമ്പാർ പൊടിക്ക്. എന്നാ സാമ്പാർ പൊടി നമുക്ക് എല്ലാവർക്കും കാണിക്കാം. നൈസ് അല്ലാത്തത്. മറ്റേ തരിതരി അതിക്ക് കുറച്ച് തരണം കേട്ടോ. തരിതരി അമ്മ അവിടെ ഹാഹൂ പറയുന്നുണ്ട്. അമ്മ പുട്ടുണ്ടാക്കാണ്. അപ്പൊ ഞാൻ അത് ചോദിക്കട്ടെ. എത്ര സമയം എടുക്കും? മല്ലി വറുത്തു. മുളകാണ് വറക്കണത്. വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ അമ്മ ഞാൻ എന്നാ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ടേ മല്ലി മുളകൊക്കെ വറക്കണ എടുക്കട്ടെ കേട്ടോ. കഴിക്കുന്നുണ്ട്. വാവ്, ക്യാരറ്റ് പുട്ട്. അല്ല, ആവി പറക്കുന്ന. നമ്മുടെ മുഖം കാണാല്ലേ ആവി പറന്നിട്ട്? ആവി പറക്കണ പുട്ട്. ഇതെടുത്തോളൂ ഫോട്ടോ. അപ്പൊ നമ്മള് കൂട്ടാൻ കുറച്ച് രാത്രിക്കും കൂടെ മാറ്റി വെക്കാണ് കേട്ടോ. രാത്രിയും പുട്ട്. രാത്രിയായിരിക്കും ചോറ് വേണ്ടല്ലോ. അതെ, വേണ്ട. അവിടെ ഒഴിച്ചോളും. അതുകൊണ്ട് അത് നല്ലത്. അല്ല വേണ്ട, ഇത് കുറച്ച് മതിയല്ലോ. ഇപ്പോ മതിയാവും. വേണമെങ്കിൽ പിന്നെ എടുക്കേ. ഇനി ഞങ്ങളൊക്കെ കഴിക്കട്ടെ. അച്ഛൻ നോക്കൂ, ഒരു പൊട്ട് പപ്പടം വെച്ചിട്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ലൈറ്റ് കുറവുണ്ടോ? അപ്പൊ റവ പുട്ട്, റവയും ക്യാരറ്റും കൂടെ ഉള്ള പുട്ട്, അതുപോലെ ഗ്രീൻ പീസ് കൂട്ടാനും.
ഇത് രണ്ടുമാണ് ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കട്ടെ. ചൂട് പുട്ട് ചൂട് ആദ്യം ഒരു കഷ്ണം വിളമ്പാം, പിന്നെ വേണമെങ്കിൽ പിന്നെ വേണം. അതെ അതെ ആവി വറക്കണെന്നൊക്കെ ആവി പറന്ന് മേലോട്ട്. അപ്പൊ ഇനി കഴിക്കട്ടെ കേട്ടോ. കൂട്ടുകാർക്ക് എന്തൊക്കെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നുള്ളത് കമന്റ് ചെയ്യൂ. എല്ലാവർക്കും ബൈ. മുത്തശ്ശി എന്താ കഴിച്ചേ രാവിലെ? മുത്തശ്ശി ദോശ. ദോശയുടെ കൂടെ എന്താ? ദോശയുടെ ഒന്ന് കടുമായുടെ വെള്ളം എടുത്ത്. ആ കൂടുതൽ ഇഷ്ടം കടുമാങ്ങയുടെ വെള്ളമാണ്. ഞാൻ മകനുള്ള മാറ്റാ. മുത്തശ്ശി ഇപ്പോൾ മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. എന്തോ ഗംഭീര പരിപാടിയിലാണ്. നമുക്ക് പോയി നോക്കാം. മുത്തശ്ശിയെ എന്താ പരിപാടി? കുറച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കാണ്ട് ഓർഡർ ഉള്ളതാണ്. അതെയോ? ഒരു 3-4 കിലോ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ ഒരാൾക്ക് 2-2.5 കിലോ, പിന്നെ ബാക്കി 1 കിലോ വെച്ചിട്ട് വേണം. അതെ അല്ലേ? അപ്പൊ ഇന്നലെ അത് സാധനമൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഉണക്കണം മിക്സിയിൽ വെച്ചപ്പോൾ മഴയില്ലേ, അപ്പൊ കുറച്ച് നേരം ഉണക്കണ മിക്സിയിൽ വെച്ചു. പിന്നെ നമ്മളൊന്ന് പത്താണ്ട് നൈസല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മറ്റേ തരിതരിയുള്ള സാമ്പാർ പൊടിയാ? നാളികേരത്തിന്റെ കൂടെ അരക്കിയ? അതെ അതെ, അങ്ങനെയാണ് ചിലവർക്ക് ആവശ്യമുള്ളത്. ചിലവർക്ക് നൈസ് മതിയാന്ന് വെച്ചാൽ എളുപ്പം നൈസാണെങ്കിൽ ചിലർക്ക് അരക്കൊന്നും വേണ്ടല്ലോ, വെറുതെ പൊടിയിട്ട് സാമ്പാറിന്റെ ടേസ്റ്റ് കിട്ടുകയും അങ്ങനെ ചെയ്യും. ഇതിന്റെ വില എങ്ങനെയാ പറഞ്ഞോളൂ മുത്തശ്ശി? വില കൊറിയർ ചാർജ് ഉൾപ്പെടെ? ഇപ്പൊ എന്താ വെച്ചാൽ 5 രൂപയും കൂടുതൽ. നല്ല മല്ലിക്കൊക്കെ നല്ല വിലയെ 125 കിലോന്. ഇപ്പൊ 168 പിന്നെ മുത്തശ്ശിയുടെ സാമ്പാർ പൊടിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ എത്ര നാള് കഴിയുമ്പോഴും ആ ആദ്യത്തെ ഉണ്ടാക്കിയ ആ ഒരു വാസന തന്നെ ഉണ്ടാവും, ആ ഒരു സ്മെല്ല്, ഫ്രഷ്നെസ്. അതിനൊക്കെ കത്തിച്ച് ഉരുളിയിലൊക്കെ ഉണ്ടാക്കണേന്റെ അതായിരിക്കും അല്ലേ? പിന്നെ മല്ലി ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ നമ്മള് ഒക്കെ വെവ്വേറെ ചിലര് ചെയ്യും, ഒക്കെ കൂടി ഒന്നിച്ചാണ്ട് വറക്കണവരും ഉണ്ടാവും. ശരിയാ. അതൊക്കെ വെവ്വേറെ വറക്കുമ്പോൾ നമ്മളുണ്ട് നല്ല കലകലാന്നായിരിക്കും. അത് എടുക്കാൻ ചെയ്യുന്നതാണ്. എന്താ അങ്ങനെ കുറേ പിന്നെ ചൂടോടെ ഇങ്ങനെ ഈ കിടന്നാലേ ഇത് പിന്നെ കടന്നപ്പരിച്ച് വറുത്ത് ഞാൻ അടിയിലേ ചൂടാ പൂത്തി വെച്ചതാ. 1 കിലോനേ ഉള്ളൂ. വറുത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ അപ്പൊ നല്ല ചൂടോടെ ഇരിക്കും ചെയ്യും. മുത്തശ്ശിയുടെ പണികൾ നടക്കട്ടെ. മുത്തശ്ശി ഒന്നുകൂടി പെരുന്തന്നെ പോണം. മാങ്ങ കൊടുക്കാനാ? മാങ്ങ കൊണ്ടേ കൊടുക്കാണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ പറ്റിച്ചില്ലേ. അതെ അതെ അതെ. അപ്പൊ മാങ്ങ കൊടുക്കാണ്ട്. അപ്പൊ ഇത് ചൂടാറാതിരിക്കാൻ ഇങ്ങനെ വെച്ച് പോവുകയാണ്. വന്നിട്ട് വേണം പൊടിക്കാൻ. ശരി ശരി. അമ്മ ഇന്ന് കയ്യിലൊരു താലൊക്കെയാണല്ലോ. ഇന്ന് റവ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന്. റവയും ക്യാരറ്റും കൂടെ ഉള്ള പുട്ട്, പിന്നെ അതുപോലെ ഗ്രീൻ പീസ് കറി. ആവി വറക്കണ്ട കേട്ടോ ഒന്ന്. അപ്പൊ ഞാൻ എന്തായാലും ഒരു കഷ്ണം വിളമ്പട്ടെ. അമ്മക്ക് ഇഷ്ടാ റവപ്പുട്ട്? അമ്മ അത് എവിടുന്നാ കഴിച്ചത് ആദ്യമായിട്ട്? ഞാൻ കഴിച്ചത് ഗുരുവായൂരിന്ന് സംഗീതയുടെ അടുത്തുനിന്ന്, സുനിലിന്റെ അവിടെ നിന്നാട്ടാ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് ആദ്യമായിട്ട് കഴിക്കുക ജീവിതത്തില്. ഞാനും റവപ്പുട്ട് ആദ്യമായിട്ട് അന്ന് അവിടുന്ന് കഴിക്കണം. റവ ദോശ കഴിച്ചിട്ടുണ്ട്. ഞാൻ റവ ദോശയും കഴിച്ചിട്ടില്ല. ഞങ്ങളന്ന് സേലം പോയപ്പോഴേ തുണി എടുക്കാൻ പോയില്ലേ, പജയമാമ വാങ്ങി തന്നു. അവിടെ കടയിലൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളവിടെ ഇല്ല കേട്ടോ. നമ്മളവിടെ കിട്ടുന്നത് കുറവാ. ഇനിയിപ്പോ അല്ല വിരാസത്തിലും ഇല്ല കേട്ടോ. എന്തായാലും ഞാൻ കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ, സമയം കുറെ വൈകി. ഞാൻ എന്നാലേ മുത്തശ്ശി അവിടെ എന്തോ സാമ്പാറൊക്കെ പൊടിക്കുകയാണ് പറഞ്ഞു. അപ്പൊ അതൊക്കെ പോയി വീഡിയോ എടുത്തിട്ട് വരാം. നല്ല ടേസ്റ്റ് ഉണ്ടോ?